സ്വന്തം ജീവിതത്തിലൂടെ ആദർശങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയ ഗാന്ധിജിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആൻഷ് ജിമിജു. കാസർഗോഡ് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ആൻഷിന്റെ ബാപ്പുജി പ്രസംഗം കാണാം. എന്ന് പറഞ്ഞ മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ തന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കി. അഹിംസയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആയുധം. സത്യമാണ് എന്റെ മതമെന്ന് പറഞ്ഞ ഗാന്ധിജിയാണ് നാഥുറാമിനായ ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തിയത്. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചിട്ടില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഗാന്ധിജിയുടെ ആദർശങ്ങളെയാണ് നാം സ്വീകരിക്കേണ്ടത്. സമൂഹത്തിന്റെ ദൂരതീരങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെടുന്ന സഹജാതരെ കൈപിടിച്ച് ഒപ്പം നിർത്താൻ കഴിയുന്ന മാനസിക ഭാവത്തോടെ നമുക്ക് മുന്നേറാം. ഒരു നവലോകം പടുത്തുയർത്താം. വർക്കല ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ UKG വിദ്യാർത്ഥി ജാനകി രഞ്ജിത്തിന്റെ ബാപ്പുജിയെക്കുറിച്ചുള്ള ഇംഗ്ലീഷ് പ്രസംഗം. Mahatma Gandhi was a great freedom fighter. He was born on 2nd October 1869 in Porbandar, Gujarat. His full name was Mohandas Karamchand Gandhi. His father's name was Karamchand Gandhi and mother's name was Putali Bai. She is also known as Bapu and father of our nation. He was great follower of peace and non-violence. He started many movements like civil rights movements, Dandi March, Quit India movement, etc. His birthday is celebrated every year, Gandhi Jayanti. He was died on 13th January 1948. Thank you. Have a nice day. ഗാന്ധിജിയുടെ ആശയങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് തേജലക്ഷ്മിയുടെ വാക്കുകൾ അവസാനിക്കുന്നത്. കോഴിക്കോട് കൊക്കല്ലൂർ GHSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തേജലക്ഷ്മി. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 154 വർഷത്തിനിപ്പുറവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമരങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ ദിവസത്തെ ഇത്രയ്ക്കും പ്രാധാന്യമുള്ളതാക്കുന്നത്. ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലളിതമായ ജീവിതം നയിച്ച വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന പദവിയിലേക്ക് ഉയർത്തിയത്. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചു. സമത്വം, സമാധാനം, ഐക്യം, സാഹോദര്യം എന്നിവ പ്രചരിപ്പിക്കാൻ ഗാന്ധി നിരന്തരം ശ്രമിച്ചു. ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ വലുതാണ്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ജാതി മത ചിന്തകളില്ലാതെ പരസ്പരം സ്നേഹത്തോടെ ദേശീയ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന ബാപ്പുജിയുടെ ആശയമാണ് ശ്രീവേദ തന്റെ കുഞ്ഞു പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത്. മലപ്പുറം മമ്പുറം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീവേദ. നമസ്കാരം. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് നമ്മുടെ രാജ്യത്ത് നയിച്ച ധീര നേതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെ പുത്ലിബായിയുടെ മകനായി ഗാന്ധിജി ജനിച്ചു. സത്യം, ധർമ്മം, അഹിംസ എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുതൂണായി പ്രവർത്തിച്ചു. ഒടുവിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ലളിത ജീവിതം, ഉയർന്ന ചിന്ത, ജാതിമത ചിന്തകളില്ലാതെ പരസ്പര സ്നേഹത്തോടെ ദേശീയ ഉന്നമനത്തിന് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തു. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജീവിത സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ കുട്ടികളായ നമുക്കും ശ്രമിക്കാം. ജയ് ഹിന്ദ്.
കാസർഗോഡ് കാഞ്ഞങ്ങാട് GFHSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീലക്ഷ്മി KBയുടെ ബാബുജി പ്രസംഗം കാണാം. നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഈ സുദിനമാണ് നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബാപ്പുജി എന്ന് വിളിച്ചു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമായിരുന്നു ഗാന്ധിജിയുടേത്. അക്രമരഹിതമായ സമരങ്ങൾക്കായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതിയിൽ അത് വ്യക്തമാക്കുന്നു. ഗ്രാമങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച ഗാന്ധിജി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് നമുക്ക് തെളിയിച്ചു തന്നു. നന്ദി. ചരിത്രത്തിലെ താളുകളിൽ സ്വർണ്ണ ലിപികൾ കൊണ്ടെഴുതപ്പെട്ട ദിനമാണ് ഒക്ടോബർ 2 എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവേദിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട ചിന്മയ വിദ്യാലയ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ശിവേദ KS. നമസ്കാരം, എന്റെ പേര് ശിവേദ് KS. ചരിത്രത്തിലെ താളുകളിൽ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെട്ട ആ ദിനം, അതേ ഒക്ടോബർ 2, ഗാന്ധിജിയുടെ ജന്മദിനം. പുത്തലിബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും 3ാമത്തെ മകനായി ഗാന്ധി ജനിക്കുന്നു. തന്റെ 13ാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ തുടക്കം കുറിക്കുകയും ചെയ്തു. 1947 നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നു. 1948 ഗാന്ധി, നമ്മുടെ ബാബുജി, നമ്മോട് വിട പറയുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ചെറുവരികൾ ഓർത്തുകൊണ്ട് എന്റെ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്. മഹാത്മാഗാന്ധിയുടെ മഹത് വചനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ശിവന്യ. പാലക്കാട് മുടപ്പല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥി ശിവന്യയുടെ പ്രസംഗം കാണാം. നമസ്കാരം. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മനുഷ്യൻ ആരാകണമെന്ന് ജണ്ടുവരയിൽ പറഞ്ഞു വെച്ച മഹാത്മാഗാന്ധിയുടെ മഹത് വചനം. അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ സമരമാർഗം. ഒടുവിൽ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നും നമുക്കൊരു വഴികാട്ടിയാണ്. മതമൈത്രിയായി പ്രവർത്തിച്ച അദ്ദേഹത്തെയാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന നീചൻ ഒറ്റവെടിയിൽ ഇല്ലാതെയാക്കിയത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ് ഇന്ത്യൻ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി. സത്യം, അഹിംസ, ക്ഷമ തുടങ്ങിയ സദ്ഗുണങ്ങൾ എങ്ങനെ സ്വായത്തമാക്കാം എന്ന് നാം പഠിക്കേണ്ടത് ഗാന്ധിജിയിൽ നിന്നാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്ര നല്ല രാഷ്ട്രപിതാവിനെ ലഭിച്ചതോർത്ത്. ഗാന്ധിജിയുടെ ജീവിതം നമുക്കൊരു പാഠശാലയാണ്. ആ പാഠശാലയിൽ നിന്നും നമുക്ക് വിദ്യ അഭ്യസിക്കാം, നല്ലവരായി വളരാം. അതിനായി എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അഹിംസയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഗാന്ധിജിയെക്കുറിച്ച് വാചാലയാവുകയാണ് തിരുവനന്തപുരം കാട്ടാക്കട ചിന്മയ വിദ്യാലയ സ്കൂളിലെ വിദ്യാർത്ഥി ശിവതയുടെ ബാപ്പുജി പ്രസംഗം. നമസ്കാരം, എന്റെ പേര് ശിവദാരസ്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയും രാഷ്ട്രീയ സമര നേതാവുമായിരുന്നു നമ്മുടെ ബാബുജി. ഈ വരുന്ന ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ 155ാമത്തെ പിറന്നാളാണ്. 1769 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും 3 മക്കളിൽ ഇളയ മകനായി ഗാന്ധിജി ജനിക്കുന്നു. തന്റെ 13ാം വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം ചെയ്യുന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹവും നിസ്സഹരണ സമരവും അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നു. അഹിംസയുടെ പാതയിൽ കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം 1947 നമുക്ക് നേടിത്തന്നു. 1948 ജാനുവരി 30 ആ ധീര സമര നായകൻ നമ്മോട് വിട പറയുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ഏതാനും വഴികൾ ഓർത്തുകൊണ്ട് ഒരു ചെറു പ്രസംഗം
പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.